അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊരു കുടുംബത്തിൻ്റെയും ഏതൊരു കൂട്ടുകാർക്കിടയിലുമുള്ള ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവർക്കിടയിലുള്ള പരസ്പര സ്നേഹമാണ്. നമുക്കറിയാലോ, കുടുംബങ്ങളിലായിക്കോട്ടെ കൂട്ടുകെട്ടുകൾക്കായിക്കോട്ടെ പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു സുഖം തന്നെയായിരിക്കും അല്ലേ. ഭംഗിയാർന്ന ജീവിതം നമുക്ക് കിട്ടും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക, പരസ്പരം തെറ്റി നടക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അതിപ്പോൾ കുടുംബത്തിലായിക്കോട്ടെ കൂട്ടുകാർക്കിടയിലായിക്കോട്ടെ പരസ്പരം തെറ്റിയാണെന്നുള്ള കുഴപ്പം എന്താ അറിയോ, ഒരു ജീവിതത്തിൽ ഒരു സുഖം ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ കുടുംബത്തിലൊക്കെ പരസ്പരം തെറ്റി നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളും എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളൊക്കെ എത്തുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി സന്തോഷത്തോടെ നിൽക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പക്ഷേ പരസ്പരം തെറ്റിക്കഴിഞ്ഞാൽ എന്തൊരു കുഴപ്പം, ആ സന്തോഷം ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. തെറ്റി എന്നതിൻ്റെ പേരിൽ ഒരാൾ മാത്രമല്ല, ഇപ്പോൾ രണ്ടാൾക്കാർ തെറ്റിയാൽ രണ്ടാൾക്കാർ മാത്രമല്ല ഒരു പക്ഷേ കുടുംബത്തിൽ തെറ്റുക, മറിച്ച് ആ ഓരോ വ്യക്തികളുടെ ഒപ്പമുള്ള ആളുകളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ ആകെ കുടുംബം ശിഥിലമാകാൻ കാരണമാകും എന്നുള്ളതാണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പരസ്പരം തെറ്റുകയും എന്നിട്ട് ആ തെറ്റിയ രൂപത്തിലാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് നരകമാണെന്ന്. നിങ്ങൾ കുറേ സുജൂദ് ചെയ്തിട്ടോ കുറേ ദിക്റും സലാത്ത് ചൊല്ലിയിട്ടോ ഒരുപക്ഷെ ഒരു കാര്യം ഉണ്ടാവില്ല. പരസ്പരം നമ്മൾ മിണ്ടാതെ നടക്കുന്നൊരു കൂട്ടമാണെങ്കിൽ മനസ്സിലാക്കിക്കോ, അല്ലാഹുവിൻ്റെ റസൂൽ പറയണ അവർക്ക് നരകാണെന്നാണ്. അവരുടെ കർമ്മങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നമ്മൾ തെറ്റിയവരോട് പോയി നമ്മൾ സലാം പറയുക, അവരോട് മിണ്ടുക. മാത്രമല്ല, പരസ്പര സ്നേഹമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊരു കാര്യമാണ് നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക എന്നുള്ളതാണ്. നമ്മൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറിക്കഴിഞ്ഞാൽ ആ തെറ്റിയ ആളുകൾക്കിടയിൽ സ്നേഹം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, തഹാദു തഹാബു എന്നാണ്. നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക എങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. നിങ്ങൾ ഒരു മനുഷ്യനെ വെറുക്കുന്നു വിചാരിക്കുക, ആ വെറുക്കുന്ന വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു സമ്മാനം കൊണ്ടുവന്നു എന്ന് തന്നെ വിചാരിക്കുക. പൊതുവെ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ എന്തുണ്ടാവും, ആ ദേഷ്യമൊക്കെ പോയി കിട്ടും. അതാണ് പറഞ്ഞത്, നിങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹം ഉണ്ടാകാൻ നിങ്ങൾ എന്ത് ചെയ്യുക, പരസ്പരം സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളത്. ഈ സമ്മാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, എന്തോ ആവാം. പക്ഷെ രണ്ട് നിബന്ധന. ഒന്നെന്നുള്ളത് എന്താ, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടായിരിക്കണം നീ അത് കൊടുക്കേണ്ടത്. രണ്ടെന്നുള്ളത് ഏറ്റവും നല്ല സാധനമായിരിക്കണം നീ കൊടുക്കേണ്ടത്. ഭക്ഷണമായാലും എന്തായാലും ഏറ്റവും നല്ലതായിരിക്കണം നീ സമ്മാനമായി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലേ സമ്മാനം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, തഹാദൗ ഫഇന്ന ഹദിയത തുദ്ഹിബുൽ വറസദിരി. നബി പറയണേ, അന്യോന്യം സമ്മാനങ്ങൾ നൽകുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ അത് നെഞ്ചകത്തിലെ പക എടുത്തു കളയുന്നതാണ് എന്നുള്ളതാണ്. കണ്ടോ, നമ്മുടെ പക, മനുഷ്യന്മാർക്കിടയിലുള്ള പക ഉണ്ടല്ലോ, അതൊക്കെ പോയി കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുക. ഒരിക്കലേ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് പറയുന്നൊരു കാര്യമുണ്ട്, അൽ ഹദിയതു തുരിസുൽ മഹബ്ബത വ തുദ്ഹിബുൽ ലഈന അല്ലേ. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് പറയണേ, സമ്മാനം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്നേഹത്തിന് കാരണമാവുകയും വിദ്വേഷത്തെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ആരോടും വിദ്വേഷമോ വെറുപ്പോ വെച്ചോ നടക്കരുത്. കാരണം എന്താ അറിയോ, നമ്മളെപ്പോഴാണ് മരിക്കുന്നത് നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. നമുക്കറിയും നമ്മളെ കുറേ ഉപദ്രവിച്ച ആൾക്കാരാണെന്ന് നമുക്ക് നല്ല പോലെ അറിയാം, നമ്മളെ കുറേ പരിഹസിച്ച ആൾക്കാരാണെന്ന് നമുക്കറിയാം, നമ്മളെ കുറേ അവഗണിച്ച ആളാണെന്ന് നമുക്ക് നല്ല പോലെ അറിയാം അല്ലേ. നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ടൊരു ചാൻസ് കിട്ടിയാൽ അത് മുതലാക്കുന്ന ആളാണെന്നറിയാം, നമുക്കൊരു വിലയും തരാത്ത ആളാണെന്നറിയാം. അയാളെ കാലിൽ പോയി പിടിക്കാനല്ല പറയണത്, മറിച്ച് നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, മനസ്സിലാകണ്ടോ, നിനക്ക് അഥവാ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹു പറഞ്ഞത് ചെയ്തേ പറ്റുള്ളൂ. ആ നിലക്ക് ആ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഇവനോട് മിണ്ടിക്കഴിഞ്ഞാൽ എനിക്ക് അള്ളാഹു പ്രതിഫലം തരുമല്ലോ, അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹ് എന്നെ കാക്കുമല്ലോ എന്നുള്ള
ഒരൊറ്റ നീയത്തോടു കൂടി നമ്മളോട് മിണ്ടിയ തെറ്റിയവരോട് പോലും നമ്മളെ ഉപദ്രവിച്ചവരോട് പോലും നമ്മൾ പോയി സലാം പറഞ്ഞ് മിണ്ടാൻ നോക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് മരണാനന്തര ശേഷമാണ്. അവിടേക്കുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ദുനിയാവിൽ നമുക്കൊരു ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയുക. എപ്പോഴും മനസ്സിലാക്കുക, ഇന്ന് പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പേരിലാണ് പലരും തെറ്റി നടക്കുന്നത്. നിങ്ങൾ കുടുംബത്തിലൊന്നും എടുത്ത് നോക്കി നോക്ക്, പലരും പലരോടും മിണ്ടാത്ത എന്താണെന്നറിയോ? പാവങ്ങൾ അടുപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? പാവങ്ങളെങ്ങാനും അടുപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടിയാണ് പല സമ്പന്നന്മാർക്കും, അല്ലേ? അതുകൊണ്ടാണ് കുടുംബത്തിലൊക്കെ പലരും പലരോടും മിണ്ടാതൊക്കെ നടക്കുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കി, പണം അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാം. പക്ഷേ ബന്ധങ്ങൾ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും രണ്ടാൾക്കാരല്ലേ തെറ്റിയ, അല്ല, രണ്ടാൾക്കാരല്ല അവിടെ തെറ്റണത്. നമ്മൾ രണ്ടാൾക്കാർ തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ള തലമുറകളൊക്കെ തന്നെ ഒരു പക്ഷേ ആ കുടുംബവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കോലത്തിൽ അങ്ങേയറ്റം അകലാൻ അത് കാരണമാകും. മാത്രമല്ല പടച്ചവൻ്റെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത്. കാരണം ഈ കുടുംബബന്ധം എന്നൊക്കെ പറയണത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്, അല്ലേ? നമ്മൾ ആരും അള്ളാഹിനോട് ചോദിച്ചിട്ടല്ല നമുക്ക് ഈ കുടുംബം കിട്ടിയത്. അതുകൊണ്ട് തന്നെ പടച്ചവൻ തന്ന കുടുംബം മുറിക്കാനും യാതൊരു അവകാശവും നമുക്കില്ല എന്നുള്ളതാണ്. നമ്മളെങ്ങാനും മുറിച്ച് കളഞ്ഞാൽ അള്ളാഹിനോട് തക്കതായ മറുപടി നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു പേടി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അള്ളാഹിൻ്റെ വജ ഉദ്ദേശിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മനുഷ്യന്മാരോട് പോയി മിണ്ടുക. അതേപോലെ തന്നെ പടച്ചവൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് നമ്മൾ മനുഷ്യന്മാരോട് മിണ്ടുക. അള്ളാഹിൻ്റെ സ്വർഗം കിട്ടുമെന്നുള്ള സന്തോഷത്തോടു കൂടി നമ്മൾ പോയി എന്ത് ചെയ്യുക? തെറ്റിയവരോട് പോയി നമ്മൾ മിണ്ടുക. ഇങ്ങോട്ട് മിണ്ടാൻ വരും, ഇങ്ങോട്ട് മിണ്ടാൻ വരില്ല എന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് നമ്മളെ നന്നാക്കാനേ പറ്റുള്ളൂ. അത് നമുക്ക് സൽബുദ്ധി തന്ന് അനുഗ്രഹിക്കുമാറാട്ടെ.